2003 സ്പോർട്ടിങ്ങിനെതിരായ ഫ്രണ്ട്ലി മത്സരത്തിൽ നടന്ന പ്രസ് കോൺഫറൻസിൽ സർ അലക്സ് ഫെർഗൂസൺ ഇങ്ങനെ പറഞ്ഞു: അവസാനമായി ഒരു കാര്യം കൂടി പറയാനുണ്ട്. അവരുടെ പക്കൽ ഒരു മികച്ച വിങ്ങറുണ്ട്. അവന്റെ മേൽ ഒരു കണ്ണുള്ളത് നല്ലതാണ്. 2002 സ്പോർട്ടിംഗ് മാനേജറായിരുന്ന കാർലോസ് ക്യൂറോസ് സർ അലക്സ് ഫെർഗൂസന്റെ അസിസ്റ്റന്റ് മാനേജറായി വന്നതിന് പിന്നാലെ അദ്ദേഹത്തോട് പറഞ്ഞു: സ്പോർട്ടിങ്ങിൽ ഒരു പയ്യനുണ്ട്, അവനെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അവന്റെ പേര് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നാണ്. ഇത് വീക്ഷിക്കാനായി തന്റെ റിസർവ് ടീം മാനേജറായ ജിം റയാനെ സ്പോർട്ടിങ്ങിലേക്ക് അയച്ചു. തിരിച്ചെത്തിയ റയാൻ ഫെർഗൂസിനോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞാനൊരു താരത്തെ കണ്ടു, അവനൊരു വിങ്ങറാണെന്ന് തോന്നുന്നു. പക്ഷേ യൂത്ത് ടീമിൽ ഒരു സെന്റർ ഫോർവേഡായിട്ടാണ് കളിക്കുന്നത്. അധികം വൈകിക്കേണ്ട, 17-ാം വയസ്സിൽ തന്നെ ഏതെങ്കിലും ക്ലബ് അവനായി വലവിരിക്കാൻ സാധ്യതയുണ്ട്. ആരെക്കുറിച്ചാണ് റയാൻ പറയുന്നതെന്ന് ഫെർഗൂസന് മനസ്സിലായിരുന്നു. തുടർന്ന് 2003 ഓഗസ്റ്റിൽ സ്പോർട്ടിങ്ങിന്റെ പുതിയ സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടന മത്സരം മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായി നിശ്ചയിക്കപ്പെട്ടു. പക്ഷേ ഈ ഒരു മത്സരം യുണൈറ്റഡ് താരങ്ങളെ സംബന്ധിച്ച് വലിയൊരു തലവേദനയായിരുന്നു. കാരണം അവർ US-ൽ ആഴ്ചകളായി തുടർ മത്സരങ്ങളിലായിരുന്നു. മത്സരം വേഗം അവസാനിപ്പിച്ച് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണമെന്ന ഒറ്റ ചിന്തയായിരുന്നു യുണൈറ്റഡ് താരങ്ങൾക്ക്. പക്ഷേ അവിടെ നിന്ന് യുണൈറ്റഡിന്റെ പ്രശ്നങ്ങൾ ആരംഭിക്കുകയായിരുന്നു. സ്പോർട്ടിങ്ങിന്റെ 28-ാം നമ്പർ ജേഴ്സി അണിഞ്ഞ റൊണാൾഡോ എന്ന പയ്യൻ വിങ്ങുകൾ അതിവേഗം കവർ ചെയ്യാൻ തുടങ്ങി. അന്നത്തെ യുണൈറ്റഡ് ഡിഫൻഡറായ സിൽവസ്റ്റർ അഭിപ്രായപ്പെട്ടത് ഇപ്രകാരമായിരുന്നു: റൊണാൾഡോയെക്കുറിച്ച് ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല, പക്ഷേ പന്ത് ലഭിച്ചപ്പോൾ അയാൾ തൻ്റെ ഇടതും വലതും കാലുകൾ കൊണ്ട് അനായാസം കളിക്കാരെ മറികടക്കുന്നു. ഭാഗ്യത്തിന് ഒരു ഫുൾ ബാക്ക് ആയിട്ടല്ല, സെന്റർ ബാക്ക് ആയിട്ടാണ് ഞാൻ കളിച്ചിരുന്നത്. യുണൈറ്റഡിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ബെഞ്ചിൽ പ്രമുഖരായ ഫിൽനെവിലും നെസിൽറോയും റിയാൻ ഗിഗ്സും റോയ് കീനും ഇരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ആരോ അവിടുന്ന് പറഞ്ഞു: ഇതായിരിക്കും മാനേജർ പറഞ്ഞ ആ പയ്യനെന്ന്. മത്സരം തുടങ്ങി 15 മിനിറ്റ് ആകുമ്പോഴേക്കും യുണൈറ്റഡ് ബെഞ്ചിലിരിക്കുന്നവരെല്ലാം റൊണാൾഡോയുടെ മിന്നും പ്രകടനത്തിൽ ആകർഷിക്കപ്പെട്ടു. പക്ഷേ യുണൈറ്റഡിന്റെ റൈറ്റ് ബാക്ക് കളിച്ചിരുന്ന ജോണോഷയ്ക്ക് അതൊരു നല്ല അനുഭവമായിരുന്നില്ല. റൊണാൾഡോയുടെ ഓരോ മികച്ച നീക്കങ്ങളും അയാളെ വല്ലാതെ തളർത്തി. യുണൈറ്റഡ് ഡിഫൻസ് റൊണാൾഡോ അനായാസം മറികടക്കാൻ തുടങ്ങി. ഫെർഗൂസൺ തന്റെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതി: ആദ്യ പകുതിയിൽ വലിയ തരത്തിലുള്ള വേദനയുടെ അംശം ഒഷയുടെ മുഖത്ത് എനിക്ക് കാണാമായിരുന്നു. രണ്ടാം പകുതി ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ റൊണാൾഡോയെക്കുറിച്ചുള്ള ചർച്ചകൾ യുണൈറ്റഡ് ഡ്രസ്സിംഗ് റൂമിൽ പരന്നിരുന്നു. സെക്കൻഡ് ഹാഫ് തുടങ്ങിയ 8 മിനിറ്റിനുള്ളിൽ ജോണോഷയെ അലക്സ് ഫെർഗൂസൺ പിൻവലിച്ചു. പകരം ലിഞ്ചിനെ ഇറക്കി. പക്ഷേ റൊണാൾഡോയുമായി 1v1 സിറ്റുവേഷൻ വന്നപ്പോൾ ഒഷയുടെ അതേ അനുഭവമായിരുന്നു ലിഞ്ചിനും. ആ രാത്രി റൊണാൾഡോ തികച്ചും അൺബീറ്റബിൾ ആയിരുന്നു. മത്സരം സ്പോർട്ടിംഗ് വിജയിച്ചു. 3-1 എന്നതായിരുന്നു സ്കോർ. തുടർന്ന് ഡ്രസ്സിംഗ് റൂമിലേക്ക് നടക്കുകയായിരുന്ന ഫെർഗൂസനോട് ഫിൽനെവിൽ പറഞ്ഞു: നിങ്ങൾ അവനെ സൈൻ ചെയ്യണം. സമ്മതം മൂളിയ ഫെർഗൂസൺ സ്പോർട്ടിങ്ങുമായി ചർച്ചകൾ ആരംഭിച്ചു. ഒടുവിൽ 12.24 മില്യൺ പൗണ്ടിന് ഇരു കൂട്ടരും ധാരണയിലെത്തി. യഥാർത്ഥത്തിൽ ഒരു ലോൺ അടിസ്ഥാനത്തിൽ റൊണാൾഡോയെ സൈൻ ചെയ്യുക എന്നതായിരുന്നു യുണൈറ്റഡിന്റെ ആഗ്രഹം. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രകടനം ട്രാൻസ്ഫർ പെർമനന്റ് ആക്കുകയായിരുന്നു. ഒടുവിൽ 2003 18-കാരനായ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ മാഞ്ചസ്റ്ററിലെത്തി. പിന്നീട് സംഭവിച്ചതെല്ലാം ചരിത്രം.